Father, the Son, the Holy Spirit. Amen. അന്ധകാരവും പ്രകാശവും. ലോകം അന്ധകാരമാണ്. ലോകത്തിൽ അന്ധകാരം നിലനിൽക്കുന്നു. എന്നാൽ ആത്മാവിന്റെ അന്ധത മനുഷ്യന്റെ ഹൃദയങ്ങളിലൂടെയും മനസ്സിലൂടെയും അവൻ അന്ധനാകുകയാണ്. ലോകം പ്രകാശം തരാതിരിക്കുമ്പോൾ ഇരുട്ടുകൊണ്ട് നിറയുന്നു. ലോകം പ്രകാശിക്കുന്നില്ലെങ്കിൽ ഇരുട്ടാണ് ലോകം മുഴുവനിലും. വെളിച്ചം വരുമ്പോൾ മാത്രമേ ഇരുട്ട് വഴിമാറുന്നുള്ളൂ. വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇരുളിൽ നടക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പ്രകാശങ്ങളായി തീരുവിൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വിശുദ്ധ വചനത്തിൽ യേശുനാഥൻ സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ് ദൈവവചനം. പ്രൈസ്. അപ്പൊ ലോകം അന്ധകാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ ക്രിസ്തുവിൽ ആത്മാവിൽ പ്രകാശമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അന്ധനാകുകയില്ല. കാരണം അന്ധന് കാഴ്ച നൽകിയവൻ ഇവിടെയുണ്ട്, അന്ധകാരത്തെ മാറ്റിയവനും ഇവിടെയുണ്ട്. യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മിൽ അന്ധതയില്ല. കാരണം ക്രിസ്തു പ്രകാശമാണ്. ക്രിസ്തു മാത്രമേ ലോകത്തിന്റെ ആത്മാവിൽ പ്രകാശം നിറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തു പ്രകാശത്തെ പറ്റി പറയുന്ന ഇതാണ്: രാത്രിയിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നു, അവനിൽ പ്രകാശമില്ല. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, അവൻ ലോകത്തിന്റെ പ്രകാശം കാണുന്നു. യേശു വ്യക്തമാക്കി അത് വീണ്ടും പറയുന്നു: രാത്രിയിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നു, കാരണം അവനിൽ പ്രകാശമില്ല. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, അവൻ ലോകത്തിന്റെ പ്രകാശം കാണുന്നു. അപ്പൊ ലോകത്തിന്റെ പ്രകാശത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാൽ തട്ടി വീഴുകയില്ല. ലോകത്തിന്റെ പ്രകാശം നമ്മൾ കാണുന്നില്ലെങ്കിലോ നമ്മൾ കാൽ തട്ടി വീഴുന്നു. യേശുനാഥൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രകാശത്തിൽ നടക്കുവിൻ. അതായിരുന്നു യേശു. യേശു പ്രകാശമാണ്. ആത്മാവിന്റെ ഏറ്റവും ശക്തിയുള്ള പ്രകാശമാണ് യേശുവിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനം, പ്രകാശം. ആ ദൈവപ്രകാശം വചനമായി ലോകത്തിലേക്ക് വന്നിട്ടും ലോകം യേശുക്രിസ്തുവിനേക്കാൾ മറ്റുള്ളവയാണ് സ്നേഹിക്കുന്നത്. അവനവന് തോന്നുന്നത് പോലെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഇഷ്ടാനുസരണമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രകാശം തന്നവനെ അവർ മറക്കുന്നു. പ്രകാശത്തിന്റെ നാഥനെ നിന്ന് അവരകന്നു പോകുന്നു. അങ്ങനെ അവരിൽ അന്ധകാരം വളരുന്നു. അവർ അന്ധകാരത്തിന്റെ പിടിയിൽ ബന്ധിതരായി കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവിൽ പ്രകാശമുള്ളവരായി നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയണം. യേശു എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്? നാം ആത്മീക അന്ധന്മാരാകാതിരിക്കാനാണ്. ആത്മീകതയിൽ അന്ധതയില്ല, മാനുഷികതയിൽ അന്ധതയുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അന്ധൻ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നമ്മളെ നയിക്കുന്നവർക്ക് വെളിച്ചമുണ്ടാകണം. അതാണ് യേശുക്രിസ്തു എന്ന സത്യം. യേശുക്രിസ്തുവിനെ പോലെ വെളിച്ചം നൽകാൻ ആരും ഈ ലോകത്തില്ല.
ഇനി വരികയുമില്ല, വരാനുമില്ല. കാരണം ലോകത്തിന്റെ പ്രകാശം യേശുവായി ലോകത്തിലേക്ക് വന്നിട്ടും ലോകം പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിക്കുന്നു. മനുഷ്യൻ ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. ആത്മാവിൽ പ്രകാശം ലഭിക്കേണ്ടതിന് അവൻ ഇരുളിലേക്ക് കടന്നു പോകുന്നു. അപ്പോഴവൻ അന്ധനാകുന്നു. ആത്മീക അന്ധതയാൽ അവൻ വീണുപോകുന്നു. ഒന്നും പ്രവർത്തിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ പോലോ കഴിയാത്ത എത്രയോ കോടാനുകോടി ജനതകൾ, ഒരു സമർപ്പണത്തിന് ഇരിക്കാൻ കഴിയാത്തവർ, ഹൃദയം ഒരു നിമിഷം ദൈവത്തിന് കൊടുക്കാൻ കഴിയാത്തവർ, ദൈവം അടുത്തു വന്നാൽ പോലും ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ ആത്മാവിന്റെ അരൂപിയിലുള്ള ജീവിതം നമ്മൾ ഹൃദയം തുറന്നാണ് നോക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് യോഗ്യമാണോ അതോ മനുഷ്യന് മാത്രം യോഗ്യമാണോ? നാം ആത്മപരിശോധന ചെയ്തു നോക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിൽ വെളിച്ചമില്ലെങ്കിൽ നാം ലോകത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മിലെ പ്രകാശമാണ് ക്രിസ്തു. നമ്മിൽ പ്രകാശമുണ്ട്. ഒരു ക്രൈസ്തവൻ മാമോദീസ സ്വീകരിക്കുന്ന സമയം മുതൽ അവനിൽ ക്രിസ്തുവിന്റെ പ്രകാശമുണ്ട്. അവൻ ആ പ്രകാശത്തെ അണച്ചു കളയുന്നു. പാപത്തിലൂടെ, വഴിത്തിരിവിലൂടെ, സ്വാർത്ഥതയിലൂടെ, വിചാരങ്ങളിലൂടെ, വികാരങ്ങളിലൂടെ തന്നിലെ വെളിച്ചത്തെ അവൻ പാപമാക്കി പാപത്തിന് അവൻ അടിമയായി പോകുന്നു. ഈ പാപത്തിന് അടിമയായ ജനത്തെ തേടിയാണ് പ്രകാശമായ യേശു ലോകത്തിൽ വന്നത്. ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അരികിലേക്ക് വന്ന യേശുനാഥൻ ഇന്ന് ലോകം മുഴുവന്റെ പ്രകാശം നൽകുന്ന മനുഷ്യരാശിയുടെ രക്ഷകനാണ്. മുഴുവൻ മനുഷ്യർക്കും യേശു വെളിച്ചമാണ്, യേശു പ്രകാശമാണ്, യേശു രക്ഷകനാണ്, നിത്യജീവൻ തരുന്ന സ്നേഹമാണ് യേശു. നാം എല്ലാവരും യേശുവിനെയാണ് അനുഗമിക്കുന്നെങ്കിൽ നമ്മിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റേണ്ട സമയം കഴിഞ്ഞു. നാം പാപത്തോടെ നടക്കുമ്പോൾ പാപം നമ്മളെ അടിമയാക്കുന്നു. ഞാൻ സ്വാതന്ത്ര്യത്തോടെ നടക്കുകയാണെങ്കിലോ ദൈവം എന്നെ സ്വതന്ത്രനാക്കി യേശു ക്രിസ്തു വഴി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം വെളിച്ചം നമ്മുടെ ഹൃദയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പസ്തോല പ്രവൃത്തികളിൽ നാം പഠിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ഹൃദയമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ നമ്മുടെ ഹൃദയമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയം. എന്നാൽ നമ്മുടെ ശരീരമാകട്ടെ ക്രിസ്തുവിന്റെ ആലയമാണ്. ക്രിസ്തുവിന് ഉയർപ്പ് നൽകിയത് ദൈവമാണെങ്കിൽ നമ്മുടെ ശരീരങ്ങൾക്കും ഉയർപ്പ് നൽകുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഇന്നും എന്നും എന്നേക്കും ജീവന്റെ വചനം ലോകത്തിന് നൽകിയ പ്രകാശമാണ്. ഈ യേശുക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിലാണ് രക്ഷ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പൊ നാം യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വരും. അപ്പോൾ നമ്മുടെ ആത്മാവ് സത്യത്താൽ സ്വതന്ത്രനായി. കാരണം ദൈവത്തിന്റെ ആത്മാവ് സത്യാത്മാവായതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിലെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനോട് ഐക്യപ്പെടുന്നത് വഴി യേശുക്രിസ്തുവിന്റെ ദൈവാത്മാവ് വഴി നമ്മൾ പ്രകാശമുള്ളവരായി. അങ്ങനെ
ലോകത്തിൽ നിന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രകാശം വരുന്നില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ ഇപ്പോഴും അന്ധന്മാരാണ്. അന്ധനെ അന്ധൻ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. പ്രൈസ് ദി ലോർഡ്.